ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 18 വാക്യങ്ങളെ അധികരിച്ചുള്ളതായ ഒരു പാഠമാണല്ലോ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച് തുടങ്ങുവാൻ ഇടയായിട്ട് തീർന്നത്. അതിൻ്റെ തലക്കെട്ട് നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനോ ദൈവത്തിന് വിളങ്ങേണ്ടതിനോ. അവിടെ നിന്ന് നമ്മൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും ശുശ്രൂഷയിലും സൂക്ഷിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ടതായ ഒരു പ്രമാണം ചിന്തിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ച പാഠങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായൊരു സത്യമാണ് നമ്മുടെ കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നതായി നമ്മൾ കാണുന്നത്. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ ഉദ്ദേശിക്കപ്പെട്ട ആളുകളാണ്. എങ്കിലും നമ്മൾ സാധാരണ മനുഷ്യരാണ് എന്നുള്ളതുകൊണ്ട് മനുഷ്യരുടെ പ്രസാദം തേടിപ്പോകാനുള്ളതായ വലിയ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചിന്താവിഷയത്തെക്കുറിച്ച് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധ്യാനിക്കാനിടയായിട്ട് തീർന്നപ്പോൾ എത്രയോ വർഷങ്ങളായി കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടു വരുന്നു എന്നിരിക്കലും വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇവിടെ നമ്മൾ തെറ്റിപ്പോകാനായിട്ട് വളരെ സാധ്യതയുള്ളവരാണ് എന്നുള്ളതായ സത്യം നമുക്കിവിടെ താഴ്മയോടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കാര്യം വളരെ പ്രാർത്ഥിക്കുവാനും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തേണ്ടതിനുമായി ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ പ്രയോഗം നമ്മുടെ കർത്താവ് ഇവിടെ പല ഉദാഹരണങ്ങളിലൂടെയാണ് വ്യക്തമാക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ അതിലെ ആ ഉദാഹരണങ്ങൾ നമ്മളൊന്ന് കണ്ടുപോയാൽ മതി എന്നാണ് വിചാരിക്കുന്നത്. കർത്താവ് പറയുന്ന ഉദാഹരണങ്ങൾ ഓരോന്നും വളരെ വിസ്തൃതമായി വേണമെങ്കിൽ ചിന്തിക്കാവുന്നതായ ഉദാഹരണങ്ങളാണ്. കാരണം ഇപ്പോൾ ഭിക്ഷ കൊടുക്കുക എന്നുള്ളത് അത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ല, ദൈവത്തിന് വിളങ്ങേണ്ടതിനായി ചെയ്യണമെന്നാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു വലിയ പാഠം വേണമെങ്കിൽ ഉൾക്കൊള്ളാം. ഭിക്ഷ കൊടുക്കുക എന്നുള്ളത് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. നമ്മുടെ കർത്താവ് ആ കാര്യം ഇവിടെ വ്യക്തമാക്കുകയാണ്. പക്ഷേ ചില സ്ഥലത്തൊക്കെ ഇവിടെ ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്നു എന്നുള്ള ബോർഡുകളൊക്കെ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നൊക്കെ വിചാരിക്കുന്നൊരു ചിന്താ രീതിയും ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കർത്താവ് ഇത് വളരെ കൃത്യമായി പറഞ്ഞു. ഇത് നിങ്ങൾ ചെയ്യേണ്ടുന്നതായൊരു കാര്യമാണ്. ചെയ്യുമ്പോൾ ഈ കാര്യം സൂക്ഷിക്കണം എന്നുള്ളതായ കാര്യമാണ് നമ്മുടെ കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മളങ്ങനെ വളരെ വിശദമായി ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പിന്നെയോ നമ്മൾ ഈ പ്രധാനപ്പെട്ട ആശയത്തിൻ്റെ ഉദാഹരണങ്ങളായിട്ട് നാം ഇത് കണ്ടുപോകാം എന്നാണ് വിചാരിക്കുന്നത്. ആ ബന്ധത്തിൽ നമ്മൾ 1-2 ഉദാഹരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കാനിടയായിട്ട് തീർന്നു. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് ഈ പ്രമാണം തന്നെ വേറൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 5-ാമത്തെ വാക്യം മാത്രം ആ ബന്ധത്തിൽ നമുക്കൊന്ന് വായിച്ച് തുടരാം എന്ന് കരുതുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ മനുഷ്യർക്ക് വിളങ്ങുന്ന പള്ളികളിലും തിരുപ്പൂറുകളിലും ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് സത്യമായിട്ട് നിങ്ങൾ പറയുന്നു.
ഇനി അതിൻ്റെ പ്രതിപാദനം നമ്മൾ വളരെ വിശദമായിട്ട് അവിടെ വായിക്കുന്നുണ്ട്. ആ പ്രതിപാദനത്തിലെല്ലാം നമ്മുടെ കർത്താവ് വ്യക്തമാക്കുന്നതായ കാര്യം പ്രാർത്ഥന എന്ന വളരെ പ്രധാനപ്പെട്ടതായ ആത്മീക ശുശ്രൂഷയിൽ ഈ കാര്യം സൂക്ഷിക്കാനുള്ളതായ ആവശ്യകത ഉണ്ട്. അപ്പോൾ അവിടെ പ്രാർത്ഥന മാത്രമല്ല, പാട്ട്, പ്രസംഗം, സാക്ഷ്യം, ഇതൊക്കെ അതുപോലെ തന്നെ ചേർത്ത് ചിന്തിക്കാവുന്നതായ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആത്മീക ശുശ്രൂഷകൾ നമ്മൾ ചെയ്യുമ്പോഴും തെറ്റായ ലക്ഷ്യത്തിലേക്ക് വഴുതിപ്പോകാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. ഇപ്പോൾ പാട്ട് പാടുമ്പോൾ തന്നെ ആണെങ്കിലും അത് മനുഷ്യർക്ക് തൃപ്തികരമായി തീരണം എന്നുള്ളതായ കാര്യം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. പ്രസംഗം പറയുമ്പോഴാണെങ്കിലും അത് മനുഷ്യർക്ക് തൃപ്തികരമായിട്ട് തീരണം എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കുവാൻ ഇടയായിട്ട് തീരും. നമ്മുടെ ഗുരുനാഥൻ ഇവിടെ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പ്രാർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് പ്രസാദകരമായിട്ട് തീരുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യമാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ നാം ചെയ്യുന്ന ആത്മീക ശുശ്രൂഷകളിൽ എൻ്റെ ദൈവത്തിന് പ്രസാദകരമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതായ ആ ഏകാഗ്രത ദൈവസന്നിധിയിൽ സൂക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളിലൂടെയും നമ്മുടെ കർത്താവിന് മഹത്വം ലഭിക്കുവാനും നമ്മുടെ കർത്താവ് അതിൽ പ്രസാദിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനും കഴിയേണ്ടിയിരിക്കുന്നു. അന്ന് യഹൂദന്മാരുടെ ഇടയിൽ മനുഷ്യരാലുള്ളതായ മാനം ലക്ഷ്യമാക്കി താഴെ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇത് നമ്മളുടെ പൊതുവെയുള്ള പ്രാർത്ഥന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ചേർത്ത് ചിന്തിക്കാവുന്ന ഒന്നാണ്. നമുക്കറിയാം ഈ ഭാഗത്ത് കർത്താവ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് അടുത്ത വാക്യത്തിൽ വളരെ വ്യക്തമായിട്ടൊരു കൽപ്പനയും പ്രബോധനവും നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ആ പ്രബോധനത്തിലല്ലാതെയുള്ള പരസ്യമായ ചില പ്രാർത്ഥനകളുടെ സാവകാശങ്ങൾ, സന്ദർഭങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ശുശ്രൂഷകളിൽ ഉണ്ടായി പോകുന്നതിനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് അത്യാവശ്യം ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കാൻ പറ്റും. ഇപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ ഒരാൾ പ്രാർത്ഥിച്ച് തുടങ്ങണം, അവസാനിപ്പിക്കുമ്പോൾ ഒരാൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കണം. ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ളതായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും അത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ല, പിന്നെയോ ദൈവത്തിന് വിളങ്ങേണ്ടതിന് എന്നുള്ളതായ ആ ലക്ഷ്യത്തിലുള്ള ഏകാഗ്രത സൂക്ഷിക്കാനുള്ള ആവശ്യകത ഉണ്ട്. അല്ലാതെ ഇപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞ പോലെ പള്ളികളിലും തെരുക്കോണുകളിലുമൊക്കെ നിന്നുള്ളതായ പ്രാർത്ഥനകൾ നമ്മൾ സാധാരണ അങ്ങനെ നടത്താറില്ല. എന്നാൽ പരസ്യമായ പ്രാർത്ഥനയുടെയും ശുശ്രൂഷയുടെയൊക്കെ വഴിയിലും നമ്മുടെ ഗുരുനാഥൻ പഠിപ്പിച്ചതായ ഈ മൂല്യം സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. ഞാൻ ദൈവവചനത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്തു, ഈ പ്രാർത്ഥനയെ ആകർഷണീയമാക്കാനും
കൊഴുപ്പിക്കാനും, അങ്ങനെ ഒരു വാക്ക് ഞാൻ ഇൻവേർട്ടഡ് കോമയിൽ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയെ കുറച്ച് ആകർഷണീയമായിട്ടൊക്കെ തീർക്കാനുള്ള പരിശ്രമം പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ളതായ സാധ്യതയുണ്ട്. ചില ശുശ്രൂഷകളും ഒക്കെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് കുറച്ച് ഒക്കെ ഒരു ഉഷാറായിട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളതായ ഒരു വിചാരം പൊതുവെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ, ഒരു 10-35 വർഷങ്ങൾക്ക് മുമ്പ് ഒരു യോഗത്തിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനായിട്ട്, ഈ സഭയിലോ കുന്നക്കുണ്ടിയിലോ ഒന്നുമല്ല, വേറൊരു സഭയിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനായിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞയാളിപ്പോൾ ജീവനോടെ ഇല്ല കേട്ടോ, എങ്കിലും അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് ഉഷാറായിട്ട്, നമ്മൾ സാധാരണ പോലെയുള്ള പ്രാർത്ഥനയല്ലേ പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരമാർത്ഥതയിൽ ഒരു യോഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയല്ലേ, കുറച്ച് ഉഷാറായിട്ട് പ്രാർത്ഥിക്കണം എന്നൊരു ചെറിയ ഉപദേശം കൂടി തരാനിടയായിട്ട് തീർന്നു. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണെങ്കിലും ഞാൻ ഈ വചനത്തിലൂടെ ഇന്ന് കടന്നു പോകുമ്പോൾ അത് ഓർക്കാനിടയായിട്ട് തീർന്നു. എനിക്ക് പ്രാർത്ഥന ഉഷാറാക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഞാൻ ശ്രമിക്കാറുമില്ല. അതുകൊണ്ടും കൂടി ആയിരിക്കും അങ്ങനെ ഒരു ഉപദേശം പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നതായ കാര്യം, പൊതുവെ അങ്ങനെയൊക്കെ ഉള്ളതായ ധാരണകൾ ആളുകളുടെ മനസ്സിലുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് അവർക്കും കൂടെയൊക്കെ സ്വീകാര്യമായിരുന്നോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കൃത്രിമമായ ഒരു കൊഴുപ്പിക്കൽ അതിനകത്തൊക്കെ വരുത്തി പോകാനുള്ളതായ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ കർത്താവ് എത്ര വ്യക്തമായിട്ടാണ് ഈ കാര്യം ചൂണ്ടിക്കാണിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. പ്രാർത്ഥിക്കുമ്പോൾ അത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനു വേണ്ടിയല്ല, പിന്നെയോ ദൈവത്തിന് വിളങ്ങേണ്ടതിന്, ദൈവത്തിന് പ്രസാദകരമായിരിക്കുക എന്നുള്ളതായ ആ ലക്ഷ്യത്തിൻ്റെ ഏകാഗ്രത സൂക്ഷിക്കാനുള്ളതായ വലിയ ആവശ്യകതയുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ കാര്യം പറയുന്നത്, നമ്മളങ്ങനെ പരസ്യമായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിലും നമ്മുടെ ഗുരുനാഥൻ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതായ കാര്യം നമ്മൾ മറന്നു പോകാതെ അത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് ആ ശുശ്രൂഷ നിർവഹിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാം. പിന്നെ പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടാതെ വന്നാലുള്ളതായ ബുദ്ധിമുട്ടുകൾ, അവഗണിക്കപ്പെടുന്നു എന്നുള്ളതായ തോന്നലുകൾ ഒക്കെ വരാനുള്ളതായ സാധ്യതയുണ്ട്. ഈ ഉപദേശം പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലുള്ള എനിക്ക് അവസരം കിട്ടിയില്ലല്ലോ എന്നുള്ളതായ കുണ്ഠിതമോ നഷ്ടബോധമോ ഒന്നും തോന്നാൻ ഇടയായിട്ട് തീരുകയില്ല. അപ്പോൾ നമ്മുടെ കർത്താവ് പ്രാർത്ഥന എന്ന വളരെ പ്രധാനപ്പെട്ടതായ ശുശ്രൂഷയിൽ തെറ്റിപ്പോകാനായിട്ട് സാധ്യതയുള്ളതായ ഒരു വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു മേഖലയാണ് ഇവിടെ കൈകാര്യം ചെയ്യുവാൻ ഇടയായിട്ട് തീരുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളതായൊരു കാര്യമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മറ്റ് വേദഭാഗങ്ങളിലുമൊക്കെ കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഉപദേശങ്ങളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില വ്യതിചലനങ്ങളും വളരെ വിശദമായി പറയുന്നുണ്ട്. ഒത്തിരി വിസ്തൃതമായി പോകാതിരിക്കാനായിട്ട് ഞാൻ അങ്ങനെയുള്ള വേദഭാഗങ്ങളിലേക്ക് ഈ ക്ലാസ്സിൽ പോകണ്ട എന്നാണ് വിചാരിക്കുന്നത്. ഒരു വാക്യം മാത്രം ഞാനിന്ന് വചനം ധ്യാനിക്കുമ്പോൾ ശക്തമായി എൻ്റെ മനസ്സിൽ വന്നു എന്നുള്ളത് കൊണ്ട് അത് മാത്രം ഒന്ന് പറയാം എന്നാഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞ കാര്യം നമുക്കെല്ലാം അറിയാം, എങ്കിലും ഒരു വാക്യം ഒന്ന് വായിച്ചു പോകാം. 23-ന്റെ 13-ാമത്തെ വാക്യം. നിങ്ങൾ മനുഷ്യരുടെ സൗകര്യം അടച്ചു കളയുന്നു, നിങ്ങൾ കടപ്പുന്നില്ല, കടപ്പുന്നവരെ കടത്താൻ സമ്മതിക്കുന്നതുമില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായവരെ നിങ്ങൾക്ക് ആകർഷണം. നിങ്ങൾ പിതാക്കന്മാർ
വിധവമാരുടെ വീടുകൾ വിഴുകുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുവാൻ നിങ്ങൾക്ക് കടുപ്പയേറിയ ശിക്ഷാവിധി വരും. അപ്പോൾ അവിടെ വളരെ വിശദമായിട്ടാണ് ഈ കാര്യം കർത്താവ് പറയുന്നത്. ദീർഘമായി പ്രാർത്ഥിക്കാം, പക്ഷേ അത് രഹസ്യ പ്രാർത്ഥനയിൽ ആയിരിക്കണം. അപ്പോൾ പരസ്യമായ പ്രാർത്ഥനയിൽ വളരെ ദീർഘമായ പ്രാർത്ഥനകൾ അനുചിതമാണ് എന്നുള്ളതായ കാര്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അതിനൊന്നും ഒത്തിരി വിശദീകരണം പറയേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പ്രാർത്ഥന തീരുന്നില്ലല്ലോ എന്ന് കൂടെയുള്ള ആളുകൾ പ്രയാസപ്പെടുമാറുള്ള ദീർഘമായ പ്രാർത്ഥനകൾ ഒഴിവാക്കിയിരിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇവിടെ അതിനേക്കാളൊക്കെ വളരെ ഗൗരവതരമായൊരു സത്യമാണ് കർത്താവ് പറയുന്നത്. ഇവർ ദീർഘമായി പ്രാർത്ഥിക്കുമ്പോഴും അതിനകത്തുള്ളൊരു സാരമായ കുഴപ്പം കർത്താവ് പറയുന്നുണ്ട്. എന്താ കുഴപ്പം? അവർ ഉപായ രൂപേണയാണ് ദീർഘമായി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള പല ദോഷങ്ങൾ വരാകുന്നതാണ്. അതിൽ ഒരു ദോഷം നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായി എടുത്ത് പറയുകയാണ്. അവിടെ പറയുന്നത് എന്താണ്? ഇവർ വിധവമാരുടെ വീടുകളെ എന്ത് ചെയ്യാന്ന് പറയുന്നു? വിഴുങ്ങുകയാണ്. വീടുകളെ അക്ഷരാർത്ഥത്തിൽ വിഴുങ്ങാൻ പറ്റില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അവിടെ ഒരു വലിയ സത്യം കർത്താവ് വ്യക്തമാക്കുകയാണ്. ഈ വിധവമാർക്കുമൊക്കെ വേണ്ടിയായിരിക്കും കൂടുതൽ ദീർഘമായിട്ട് ഈ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ ഒരു ഉപായത്തിൻ്റെ ജീവിതശൈലി അവർ സൂക്ഷിക്കുന്നു എന്നുള്ളതായ കാര്യം നമ്മുടെ കർത്താവ് വളരെ പച്ചനെ വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുകയാണ്. നമുക്കറിയാം, ഈ ഉപായ രൂപേണ പ്രാർത്ഥിക്കുകയും വിധവമാരെ വീടുകളിൽ വിഴുങ്ങുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ തന്നെ സംഭവിക്കാവുന്നതായൊരു കാര്യമാണ്. ഒരിക്കലൊരു സഹോദരനെക്കുറിച്ച് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് കേട്ടതാണ് കേട്ടോ. അദ്ദേഹത്തിന് ഇപ്പോൾ പല വീടുകൾ ഒരു സ്ഥലത്തുണ്ട് എന്നുള്ളതായ കാര്യം മനസ്സിലാക്കാനിടയായിട്ട് തീർന്നു. വീടുകളൊന്നും അധികം പുതുതായി വാങ്ങിച്ചതല്ല. പിന്നെ അദ്ദേഹം ഇങ്ങനെ പണം കടം കൊടുക്കുന്നൊരു ആളാണ്. പണം ഇങ്ങനെ പലിശയ്ക്കുമൊക്കെ കടം കൊടുക്കുന്നതായൊരു ആളാണ്. അപ്പോൾ ഈ സാധുക്കളായ വിധവമാരൊക്കെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്കിത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ കുറേ കഴിയുമ്പോൾ ആ വീട് ഇവരുടെ സ്വന്തമായിട്ട് തീരുകയാണ്. അപ്പോൾ വീടുകളെ വിഴുങ്ങുക എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പത്തിന് സാധിക്കാവുന്ന വലിയ പ്രയാസമുള്ള കാര്യമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇപ്പോഴത്തെ സാമ്പത്തികമായ സാഹചര്യത്തിൽ വളരെ എളുപ്പത്തിന് സാധിക്കാവുന്ന കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പണം കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് ഇരിക്കുമെങ്കിലും അതിനാൽ ആത്യന്തികമായി സംഭവിക്കുന്ന വലിയ ദോഷം അവിടെ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുകയാണ്. ഞാനതിൻ്റെ ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പ്രിയപ്പെട്ടവരെയും ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ജീവിതവും ജീവിത ദർശനവും ആ പ്രാർത്ഥനയ്ക്ക് ഉതകുന്ന നിലയിൽ സൂക്ഷിക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് എന്തു വേദനയോടു കൂടിയാണ് ആ കാലിക പ്രസക്തമായ യാഥാർത്ഥ്യം ഇവിടെ എടുത്ത് പറയുന്നതായി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെയൊക്കെയുള്ളതായ അപജയങ്ങൾ വരുന്നില്ല എന്നുള്ളത് എല്ലാ സൂക്ഷ്മതയിലും ഉറപ്പാക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കട്ടെ. മറ്റൊരു സുപരിതമായ വേദഭാഗം കൂടി നമ്മുടെ കർത്താവ് പറഞ്ഞത് ഞാനൊന്ന് ഉദാഹരിച്ച് മുമ്പോട്ട് പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. തങ്ങളുടെ ഗുണങ്ങൾ വെളിപ്പെടുത്താനുള്ള വ്യഗ്രതയും പ്രാർത്ഥനയിൽ ഉണ്ടായി പോകുന്നതിനുള്ളതായ സാധ്യതയുണ്ട്. നല്ല പരിചയമുള്ള വാക്യമായതുകൊണ്ട് വായിക്കണം എന്ന് നിർബന്ധമില്ല. നമ്മുടെ കർത്താവ് ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കാൻ പോയ 2 വ്യക്തികളുടെ കാര്യം എടുത്ത് പറയുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ
പരീശനായ പ്രാർത്ഥനക്കാരൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നിരിക്കുന്നു താൻ പറയുന്ന കാര്യങ്ങൾ മനുഷ്യർ കേൾക്കട്ടെ എന്നുള്ളതായ ആഗ്രഹത്തോടു കൂടിയാണ് പറയുന്ന രണ്ട് കാര്യം നമുക്കറിയാം. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. പിന്നെ കർത്താവിന് കൊടുക്കുന്ന കാര്യം കഴിഞ്ഞ ആഴ്ച ഞാൻ പരാമർശിച്ചാണല്ലോ. അപ്പോൾ നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു. ഇത് ദൈവത്തോട് പറയേണ്ട കാര്യമുണ്ടോ? കാരണം ആഴ്ചയിൽ എത്ര വട്ടം ഇയാൾ ഉപവസിക്കേണ്ടെന്നുള്ളത് കർത്താവിന് വളരെ കൃത്യമായിട്ടറിയാം. അവൻ ആ വഴിയിലൂടെ പോകുമ്പോഴുള്ള അവൻ്റെ ഹൃദയത്തിൻ്റെ നില പോലും കർത്താവിന് അറിയാം. പ്രാർത്ഥന കർത്താവിനോടാണെങ്കിൽ ഇത് പറയേണ്ടതായി യാതൊരു ആവശ്യവും ഇല്ല. അപ്പോൾ ഇത് പറയുന്നത് ഈ പ്രാർത്ഥന കേൾക്കുന്ന ആളുകൾ തൻ്റെ ഭക്തിയുടെ നിലവാരം അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മളൊക്കെ തെറ്റിപ്പോകാൻ വളരെയധികം സാധ്യതയുള്ള ഒരു സ്ഥാനമായിട്ടാണ് ഇത് ഇരിക്കുന്നത്. പ്രാർത്ഥന ദൈവത്തോടാണെങ്കിലും കേൾക്കുന്ന മനുഷ്യരും എൻ്റെ ചില പ്രത്യേകതകൾ അറിഞ്ഞോട്ടെ എന്നുള്ളതായ വിചാരം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മെ ഭരിച്ച് പോകുന്നതിനുള്ളതായ വലിയ സാധ്യത ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ പ്രാർത്ഥനയുടെ ഉപദേശം കർത്താവ് വ്യക്തമാക്കാനിടയായിട്ട് തീരുമ്പോൾ അതിൽ സൂക്ഷിക്കേണ്ട രഹസ്യ സ്വഭാവങ്ങൾ എത്രയോ വ്യക്തമായിട്ട് പറയുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചില വാൾ പോസ്റ്റുകളൊക്കെ കാണാം. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. ഈ പ്രമാണം ഇതും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? ഇത് നോട്ടീസ് അടിച്ചും വാൾ പോസ്റ്റ് ഒട്ടിച്ചും ആളുകളെ അറിയിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ വളരെ കൃത്യമായി അതിൻ്റെ രഹസ്യ സ്വഭാവത്തെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് എന്ന് വരികിൽ, ഇതൊന്നും ഒരിക്കൽ പോലും വായിച്ചിട്ടില്ലാത്ത ആളുകളെ പോലെ ആത്മീക ശുശ്രൂഷകൾ ക്രമീകരിക്കാനുള്ളതായ അപകട സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു എന്നുള്ള വാക്യത്തെക്കുറിച്ച് ഒരിക്കലൊരു ദൈവദാസൻ വേദിയിൽ പ്രസംഗിച്ച് കേട്ട ഒരു വാചകം ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് പക്ഷേ അങ്ങ് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തോന്നി. കാരണം തുളസി, ചതകുപ്പ, ജീരകം ഇതിലൊക്കെ അവർ പതാരം 10 കൊടുക്കുമ്പോൾ എണ്ണി വേർതിരിച്ച് കൊടുക്കും എന്നാണ് പറയുന്നത്. അതിന് എന്തൊരു ജോലിയായിട്ടാണ് ഇരിക്കുന്നത്. കൃത്യത സൂക്ഷിക്കാനാണെന്ന് തോന്നുമെങ്കിലും അതിലൊക്കെ തങ്ങൾ സൂക്ഷിക്കുന്ന നിയമങ്ങൾ കർക്കശമായിട്ട് പാലിക്കുന്നു എന്നുള്ളത് മനുഷ്യരറിയട്ടെ എന്നുള്ളതായ ആ ചിന്താഗതി നമ്മെ ഭരിച്ച് പോകുന്നതിനുള്ളതായ വലിയ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ കർത്താവ് നൽകിയിട്ടുള്ളതായ ഈ പ്രബോധനം അതിൻ്റെ എല്ലാ സൂക്ഷ്മതയിലും നമ്മൾ കൃത്യമായിട്ട് പാലിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കട്ടെ. ഈ പരീശൻ്റെ പ്രാർത്ഥനയിൽ തന്നെ വെളിപ്പെടുത്തുന്നതായ ആ മനോഭാവം വാക്കുകളിൽ നമ്മൾ വായിക്കുവാൻ ഇടയായിട്ട് തീരുകയാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് വായിച്ച അധ്യായത്തിൽ ഒരു വാക്യം, പ്രത്യേകിച്ച് ഇന്ന് ഈ വാക്യത്തിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു. നമ്മളെല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്യമായതുകൊണ്ട് ഇവിടെ ഒന്നങ്ങ് വായിച്ചു പോകാം. 8-ാം അധ്യായത്തിൻ്റെ 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ അവിടെ ആ ദൈവാലയ
പ്രതിഷ്ഠയോട് ബന്ധപ്പെട്ട് ശലോമോൻ ദൈവത്തെക്കുറിച്ച് പറയുന്നതായ വളരെ മനോഹരമായൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വായിക്കുക മാത്രം ചെയ്യാം. 8-ന്റെ 10-ാമത്തെ വാക്യം. നിന്റെ വാസസ്ഥലമായ സ്വർഗ്ഗത്തിൽ കേട്ട് ക്ഷണിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നീ കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കും കാലത്തൊക്കെയും നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തരുടെ ഹൃദയത്തെ അറിയുന്നത് പോലെ ഓരോരുത്തരും അവരവരുടെ നടപ്പ് പോലെയൊക്കെയും ചെയ്ത് കളയുന്നേ. നീ മാത്രമല്ലോ സകല മനുഷ്യപുത്രന്മാരുടെയും ഹൃദയത്തെ അറിയുന്നത്. അപ്പം ഈ വാക്യത്തിൽ ശലോമോൻ ദൈവത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ ഒരാവർത്തനം പോലെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നീ ഓരോരുത്തൻ്റെ ഹൃദയത്തെ അറിയുന്നത് പോലെ പിന്നെ നീ മാത്രമല്ലോ സകല മനുഷ്യപുത്രന്മാരുടെയും ഹൃദയത്തെ അറിയുന്നത്. പുതിയ നിയമത്തിലെ ചില വാക്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ചേർന്ന് വരുന്നുണ്ടായിരിക്കാം, എൻ്റെ മനസ്സിലും വരുന്നുണ്ട്. എങ്കിലും അതെല്ലാം ഞാനിപ്പോൾ ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഈ പ്രാവശ്യം ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം ആകൊണ്ട് ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയത്തെ വളരെ കൃത്യമായി അറിയുന്നവനാണ്. ഹൃദയത്തിലെ ചിന്തകളെ കൃത്യമായി അറിയുന്ന ദൈവത്തോട് ഞാൻ ചെയ്തു വരുന്ന ആത്മീക കാര്യങ്ങളും പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ ദൈവത്തിനത് വളരെ കൃത്യമായിട്ട് അറിയാം. നമുക്കറിയാം, നമ്മുടെ പ്രാർത്ഥനയൊക്കെ ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുമൊക്കെ ഒരു അഭിമാനമായിട്ടൊക്കെ ചിലപ്പോൾ ചേർത്ത് ഓർത്തു പോകാനുള്ളതായ സാധ്യതയുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കർത്താവ് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അറിയുന്നവനാണ്. പക്ഷേ ഈ പരീശൻ്റെ പ്രാർത്ഥന ദൈവത്തിന് വിളങ്ങേണ്ടതിനായിരുന്നില്ല, പിന്നെയോ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനായിരുന്നു എന്നുള്ളതായ കാര്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു വാക്കും കൂടെ ഞാൻ അവിടെ നിന്നൊന്ന് എടുത്ത് പറയുകയാണ്. ഇവൻ തന്നെക്കുറിച്ച് ദൈവത്തോട് പറയുന്ന കൂട്ടത്തിൽ മനുഷ്യരോട് പറഞ്ഞു എന്നുള്ളത് മാത്രമാണോ? തൻ്റെ നീതിയുടെ വശത്തെക്കുറിച്ച് 11-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. തങ്ങൾ നീതിമാന്മാർ എന്ന് വിചാരിക്കുന്നവർ മറ്റുള്ളവരെ ധിക്കരിക്കുന്നവരായിരിക്കും. അവിടെ കാണുന്നത് മാറി നിന്ന് പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരന് ഒരു കുത്തു കൊടുക്കാനും ഈ പ്രാർത്ഥനയിൽ ഇദ്ദേഹം വളരെ സൂക്ഷ്മതയോടെ ശ്രമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ വാക്കുകൾ എത്രയോ വ്യക്തമായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കാരണം തൻ്റെ നിലവാരം വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുമ്പോൾ പറയുന്ന വാക്കുകൾ എത്രയോ വ്യക്തമാണ്. ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ, അടുത്ത വാക്ക്, ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. എന്ത് പ്രാർത്ഥനയാണിത് പ്രിയപ്പെട്ടവർ! ഇതുപോലുള്ളതായ വാക്കുകളും ഒക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു പോകുന്നതിനുള്ള വലിയ സാധ്യതയുണ്ട്. ഞാൻ ഈ വാക്യത്തിലൂടെ കടന്നു പോയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടതായ ചില പ്രാർത്ഥനാ വാചകങ്ങളുമൊക്കെ എൻ്റെ മനസ്സിൽ ഓടി വരാനിടയായിട്ട് തീർന്നു. ഞാനത് ഉദാഹരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം പ്രാർത്ഥനയിൽ നമ്മൾ വേറെ ആളുകളെ കുറ്റപ്പെടുത്തുകയോ അവരെ ഗുണദോഷിക്കുകയോ അവർക്കൊരു ഉപദേശം കൊടുക്കുകയോ ഒന്നും ചെയ്യാനായിട്ട് ശ്രമിക്കാൻ പാടില്ല. അതൊക്കെ പ്രാർത്ഥനയുടെ ശരിയായ നിലയിൽ നിന്ന് നമ്മെ മാറ്റിക്കളയുന്നതിന് വളരെയധികം സാധ്യതയുണ്ട് എന്നുള്ളതായ സത്യം, വ്യക്തമായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ധാരാളം പ്രാർത്ഥിക്കേണ്ടവരാണ് എന്നുള്ളത് കൊണ്ട്
നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതായ ഈ പ്രമാണത്തിൻ്റെ മഹത്വവും പ്രത്യേകതയും സൂക്ഷിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഞാൻ ചേർത്തൊരു മുന്നറിയിപ്പ് കൂടി പറഞ്ഞ് അവിടുന്ന് മുമ്പോട്ട് പോകാം എന്നാഗ്രഹിക്കുക. പ്രാർത്ഥന മാത്രമല്ല, പ്രാർത്ഥന, പ്രസംഗം, സാക്ഷ്യം മുതലായ കാര്യങ്ങളിലൊക്കെ ഈ വ്യതിചലനം വന്നു പോകാനുള്ളതായ സാധ്യത ഉണ്ട്. പ്രസംഗത്തിലും അത് ധാരാളം വന്നു പോകുന്നതിനുള്ളതായ സാധ്യത ഉണ്ട്. ഞാനൊരു ഉദാഹരണം ഒന്ന് ഓർപ്പിക്കുക, വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിൽ കാരാഗൃഹത്തിൽ കിടക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ ഒരു സത്യം എത്ര വേദനയോടു കൂടിയാണ് വെളിപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രസംഗമൊക്കെ നിർത്തി ഇപ്പോൾ ജയിലിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ജയിലിൽ നിന്ന് ഈ ലേഖനം എഴുതുമ്പോൾ ഓർപ്പിക്കുകയാണ്, ശരിയായ ലക്ഷ്യം തെറ്റിയുള്ള ചില പ്രസംഗത്തെക്കുറിച്ച് പറയുക. സമയം ലാഭിക്കാനായിട്ട് ഞാനതങ്ങ് പറഞ്ഞു പോകാം. അസൂയയിലും പിണക്കത്തിലുമുള്ള പ്രസംഗം. ഫിലിപ്പിയർ 1:15 വാക്യം. ഇതൊന്നും ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. നിർമ്മലതയോടെയല്ല, ഷാഢ്യത്താലുള്ള പ്രസംഗം. 1-ാം അധ്യായത്തിൻ്റെ 17 വാക്യം. പിന്നെ 18 വാക്യത്തിൽ നാട്യമായിട്ടുള്ള പ്രസംഗം. ഈ ഓരോ വാക്കുകളും ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിന്ന് പകൽ ഭയത്തോടെ ഓർത്തൊരു കാര്യം, നേരത്തെയും ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇന്നതൊന്ന് പുതുക്കിയൊരു കാര്യം, സാധാരണ ചെയ്യുന്ന ഈ പ്രസംഗത്തിലും ആത്മീക ശുശ്രൂഷയിലൊക്കെ അതിൻ്റെ ഗുണനിലവാരം തെറ്റിപ്പോകാനുള്ളതായ എല്ലാ സാധ്യതയും ഉണ്ട്. പാപം എന്ന വാക്കിന് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ഹമാറ്റിയ എന്നാണെന്ന് നമുക്കറിയാമല്ലോ. വിശ്വാസിയിൽ പാപം എന്നുള്ള പുസ്തകത്തിൽ അത് ചുരുക്കമായി വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ കാണുന്നത് മിസ്സിങ് ദ മാർക്ക്, ലക്ഷ്യം തെറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഭയത്തോടൊരു വാചകം പറഞ്ഞോട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്നതും പ്രസംഗിക്കുന്നതുമൊക്കെ നല്ല ശുശ്രൂഷകളാണ്. നമ്മുടെ ദൈവത്തിന് വിളങ്ങേണ്ടതിന് വേണ്ടിയാണ് നമ്മളത് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളിവിടെ എത്രയോ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ഈ നല്ല ശുശ്രൂഷയുടെ ഉള്ളിൽ നമ്മൾ ലക്ഷ്യം തെറ്റി പാപം ചെയ്യുന്നതിന് കാരണമായിട്ട് തീരാം എന്നുള്ളത് എല്ലാ ഗൗരവത്തിനും ഉൾക്കൊള്ളത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഈ വിഷയം പറയുമ്പോൾ അതിൽ പാലിക്കേണ്ടുന്നതായ സൂക്ഷ്മത എത്രയോ വ്യക്തമായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നതായി നമ്മൾ കാണുന്നത്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ വിശദീകരണവും വ്യതിചലനത്തിൻ്റെ സാധ്യതയെല്ലാം പറഞ്ഞിട്ട് 6-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഒരു പ്രബോധനം ഈ ബന്ധത്തിൽ പറയുന്നുണ്ട്. തൽക്കാലം നമുക്ക് ആ പ്രബോധനം വായിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാനായിട്ട് ശ്രമിക്കാം. 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. അപ്പോൾ അവിടെ എന്തു ഭംഗിയായിട്ടുള്ള ഉപദേശമാണ്. ഈ വ്യതിചലന സാധ്യതകളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മുടെ കർത്താവ് വ്യക്തമാക്കുന്നത്. ഈ 6-ാം വാക്യത്തിലെ ഓരോ വാക്കുകളും
വേണമെങ്കിൽ വിശദീകരിച്ച് ചിന്തിക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ ഈ പോർഷൻ നേരത്തെ ഒന്ന് വളരെ വിശദമായി ചിന്തിക്കുകയും അതിൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പോർഷനെ ഒത്തിരി വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ആ വിശദീകരണങ്ങളൊക്കെ അന്നത്തെ പഠനത്തിൽ നമ്മൾ വിശദമായിട്ട് ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ഇവിടെ കർത്താവ് പറയുക, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ തുറന്നിടണ്ടെന്ന കർത്താവ് പറയുന്നത്. വാതിലടച്ച് എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? ഇനി അപ്രതീക്ഷിതമായി നിൻ്റെ മുറിയിലേക്ക് ഒരാൾ വന്നാലും നീ പ്രാർത്ഥിക്കുന്നവനായി കാണണ്ട. കാരണം അതിലൊക്കെ സൂക്ഷിക്കേണ്ടുന്നതായ ആ രഹസ്യ സ്വഭാവത്തിൻ്റെ മഹത്വം നമ്മുടെ കർത്താവ് എത്രയോ വ്യക്തമായിട്ടാണ് ഇവിടെ വെളിപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും നമ്മുടെ കർത്താവ് നൽകിയിട്ടുള്ള ഈ ഉപദേശം, ഇനി താഴെ വാക്യത്തിലൊരു കൽപ്പനയുണ്ട്. ആ കൽപ്പനയുടെ വിശദാംശങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. നമ്മുടെ പുസ്തകത്തിൻ്റെ തലക്കെട്ടും അതാണല്ലോ. അപ്പോൾ പ്രാർത്ഥിക്കാനുള്ള കൽപ്പന കർത്താവ് അടുത്ത വാക്യത്തിൽ നൽകി അതിൻ്റെ വിശദാംശങ്ങളും നൽകുകയാണ്. ഇത് തമ്മിലുള്ള കണക്ഷൻ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം എന്നാഗ്രഹിക്കുന്നു. അപ്പോൾ ആ പ്രാർത്ഥന കർത്താവ് അവരെ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥനയിൽ സൂക്ഷിക്കേണ്ടുന്നതായ രഹസ്യ സ്വഭാവം നമ്മുടെ കർത്താവ് എത്രയോ വ്യക്തമായി പറയുക. കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത് കൊടുക്കുന്നതിൽ സൂക്ഷിക്കേണ്ട രഹസ്യ സ്വഭാവമാണ്. ആ രഹസ്യ സ്വഭാവം നമ്മുടെ കർത്താവ് പറഞ്ഞ പോലെ ആരും പറഞ്ഞിട്ടില്ല. വലം കൈ ചെയ്യുന്ന എന്തെന്ന് ഇടം കൈ അറിയരുത്. അപ്പോൾ ഇവിടെ പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോഴും ഈ കൊടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അതിൽ ആവോളം സൂക്ഷിക്കേണ്ടതായ രഹസ്യ സ്വഭാവം നമ്മുടെ കർത്താവ് എത്രയോ മനോഹരമായിട്ടാണ് ഇവിടെ ആവർത്തിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ നമുക്ക് നമ്മുടെ യജമാനനെ പ്രസാദിപ്പിക്കാനുള്ള ആ മനോഹരമായ ജീവിത ലക്ഷ്യം എല്ലാ അർത്ഥത്തിലും സൂക്ഷിച്ച് ആത്മീക ശുശ്രൂഷകൾ ചെയ്യത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ചില വാക്കുകൾ കൂടി പറയാനായിട്ടുണ്ട്. അതിനടുത്ത ക്ലാസ്സിൽ ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പ്രമാണം നമ്മൾ പ്രായോഗികമാക്കിയാൽ ഈ പുതിയ വർഷം നമുക്ക് വേറിട്ടുള്ളതായൊരു സാക്ഷ്യവും ദൈവപ്രസാദവും ആർജിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.